കൺമണികളെ. ഓക്കെ, നമുക്കിപ്പോൾ വയറ്ററയുടെ ഒരു പാക്കേജ് എത്തിയിട്ടുണ്ട്. ഒരു ചിന്ന ബാഗാണ്. രണ്ടാഴ്ചക്ക് മുകളിലെങ്ങാണ്ടായി ഇത് ബുക്ക് ചെയ്തിട്ട്. പക്ഷേ എന്നാണ് വന്നത്. ഇത് തുറക്കണം വിചാരിച്ചപ്പോൾ ഓർഡർ ഇച്ചിരി വലിയ ബാഗാന്ന് വിചാരിച്ചു. സാധനം വന്നപ്പോൾ ചെറിയ പൊതിയാണ്. ചിലപ്പോൾ ഇതായതിൻ്റെ ആയിരിക്കും, അതായത് മടക്കി ഒതുക്കി വെച്ചതിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വിളിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് എടുക്കണം. കൂടാതെ തുറന്ന് നോക്കണം. ഇതിൻ്റെ സ്റ്റിക്കറുണ്ടോ? സ്റ്റിക്കർ വേണം. അതാണ് എൻ്റെ ഒരു സ്റ്റിക്കറുകൾ കുറേ ഉണ്ട്. അങ്ങനെ സൂക്ഷിച്ച് കുറേ ആകുമ്പോൾ എല്ലായിടത്തും ഒട്ടിക്കുക. എന്തായാലും നോക്കണം. അപ്പോൾ നമുക്കിത് പൊളിക്കുന്ന ചടങ്ങുകളിലേക്ക് പോവാം. നമ്മളിത് പൊളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് പിന്നെ ഞാനൊരു സ്റ്റോറി എടുത്ത് ഇടട്ടെ. ഇൻസ്റ്റഗ്രാമിൽ നാട്ടുകാരെ അറിയിക്കണ്ടേ സാധനം വന്ന കാര്യം. എന്താ ഇടണ്ടത്? പൊന്നേട്ടോ, ഞാൻ ചുമ്മാ എടുത്തേ ഉള്ളൂ. വയനാട്ടിൽ അധികമാരും കാണാത്തൊരു സ്ഥലമാണ് ചീനിക്കമുള ഗുഹ. അതിടണോ? ഡിലീറ്റ് ചെയ്യുന്ന കാര്യമില്ല. ഒന്നുമില്ല, ഡിലീറ്റ് ചെയ്തു. കമൻറ്റുകൾ ഒഴിവാണല്ലോ. ഏത് ചീനിക്കമൂല ഗുഹ ഞങ്ങൾ സ്വന്തം കണ്ട് വ്യൂ കിട്ടും. അതിന് ഞാൻ നല്ല ചെളിയായിട്ടുണ്ടല്ലോ. നല്ല ചെളിയായിട്ടാണോ? പൊന്നെ കുറച്ച് ക്ലോസപ്പുകളും കൂടെ എടുക്കണ്ടായിരുന്നു. എല്ലാം പൊന്നെ ഭയങ്കര ലോങ് ഷോട്ട് എടുത്ത്. ഞാനത് രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഇതൊക്കെ അതെനിക്ക് മനസ്സിലായി. പക്ഷെ അത് പകുതി ചില സാധനങ്ങളൊന്നും സൂം ചെയ്തൊക്കെ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഇട്ടതൊരു ക്ലാരിറ്റി കുറവായിരിക്കും സൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആ മറ്റേ സ്ക്രൂ തിരിക്കുന്നൊക്കെ ചിലത് പൊന്നിനൊന്നും കൊണ്ടുപോയിട്ട് പൊന്നിൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ഒന്ന് എടുത്താൽ മതിയായിരുന്നു. ചിലത് ഇതാക്കിയിട്ട് എല്ലാം എന്താ പറയാ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനോട് വലിക്കണ്ടേ? എനിക്ക് അത് അവിടെ കേട്ടോ പിന്നെ താങ്ങാൻ പറ്റുമോടെ? അത് വരാൻ കുറച്ച് പാടാക്കി. പിന്നെ ഓക്കെ, എന്തൊക്കെ കഷ്ടപ്പാടല്ലേ. ഓരോരോ വെറൈറ്റി സാധനങ്ങൾ പരീക്ഷിക്കാൻ. സെറ്റാണോ? നല്ല ആംഗിളാണോ? എവിടെയാണോ? കുറച്ചും കൂടി ഇങ്ങോട്ട് അതാണ് നടുഭാഗം. ഓക്കെ കാണിക്കും. അതിനകത്ത് കാണാം ഇങ്ങനെയുണ്ട്.
അങ്ങനെ ഉണ്ടാവും. ഫോട്ടോ എടുത്തില്ലേ നീ? ഫോട്ടോ എടുത്തു ഓൾറെഡി. വെക്കുന്നു. അതിൻ്റെ ഐഡിയ പോലെ ഇതായിരിക്കും. അതാട്ടോ നടുഭാഗം. ഇതല്ലേ ഇപ്പം ഇരിക്കുന്നല്ലേ? അല്ലല്ലേ കുറച്ചും കൂടി ഇങ്ങോട്ട്. ആ കുറച്ച് ആണെങ്കിൽ അതാണ് നടുഭാഗം. ഓക്കെ. സെറ്റ്. അതല്ലേ ഇടാൻ പറ്റൂലേ? ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം വെച്ചാൽ മതി. അത് കറക്റ്റ് അവിടെ ഇരിക്കും തോന്നുന്നുണ്ട്. എങ്ങനെയാ അപ്പോൾ തെറിച്ച് ഇങ്ങോട്ട് പോവാം. അതാണ് നടുഭാഗം. എൻ്റെ കാല് കാണുന്നില്ല. ഞാൻ മാറ്. ഓണാക്കിയോ? ഓണാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പൊന്നൻ്റെ കയ്യിലാണ്. തവണ ബയട്ടറ ഗിയറിന് ടാഗ് ചെയ്യണം. ഞാൻ ടാഗ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെ അവർ സാധനം അയച്ചു തന്നാലും മതി. ഇനി എല്ലാവരും ഇല്ല ആക്ഷൻ ഡയറക്ടർ നീ ആക്ഷനൊക്കെ പറയടാ. നീ എന്ത് ചെറുക്കനാ? ആയി കാണില്ല. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ എവിടാ? ഒരു സെക്കൻഡ് നീ അത് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വന്നാ ഇത് വെക്ക്. ഇത് എന്നോട് കൂട്ടിട്ട് ഇത് കാണുന്നുണ്ടോന്ന് പറയണേ. അപ്പം ഞാൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വലുതാക്കി. ഒന്നും കിട്ടും സൂം ചെയ്തില്ല. അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ്. അതായത് ഈ സാധനങ്ങള് അത് പൊന്നൻ കയ്യിൽ എവിടെയും വെക്കുന്നതായിരിക്കില്ല കുറച്ചുകൂടെ നല്ലത്. ഏത്? കൈയുടെ ബട്ടൺസിന്റെ ഇവിടെ എങ്ങാനും പിടിപ്പിക്കുന്നതായിരിക്കില്ല ഏറ്റവും നല്ലത്. എന്തിന്? അപ്പോൾ കുറച്ചും കൂടെ നല്ല ഓഡിയോ. വേറെ ഇതിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യണം ഓഡിയോ. എങ്ങാനിത് കൊള്ളൂലെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വരില്ലല്ലോ. പൊന്നൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്താൽ ഓഡിയോ പൊന്നൻ്റെ ഫോണിൽ ഓഡിയോ റെക്കോർഡ് ചെയ്താലും വേറെ ഓടിയ എങ്ങാനും എന്തായാലും നമ്മൾ വിചാരിച്ച രീതിയിൽ വന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ബാക്കപ്പിന് സാധനം വേണമല്ലോ. എൻ്റെ ഇതെടുത്തല്ലോ. എന്താ വെച്ചായിട്ട് എല്ലാം പഴകി തുടങ്ങി. എന്തുവാടേ ഓരോ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനെയാണ് നമ്മളൊരു മീഡിയ കമ്പനി ഓടിക്കുന്നത്. ആൾക്കാരെ നല്ല മര്യാദയ്ക്ക് കാണിച്ചെന്നാൽ ആൾക്കാർക്ക് തോന്നണം എന്ത് ഇത് സാധാരണ ഒരു ആൾക്കാരെടുത്ത പോലെ അല്ല. ഞാനൊരു മീഡിയ കമ്പനി എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് പറയാം. മീഡിയ കമ്പനി നമുക്ക് ഇതാക്കണ്ടേ, കമ്പനി ആക്കണ്ടേ. അതെ. ആക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആൾക്കാർക്ക് തോന്നിക്കുന്നത്. വളരെ സാധാരണക്കാരായ ഇത് ഇതാക്കി നമ്മൾ ആൾക്കാരെ തോന്നിപ്പിക്കുകയാണ്. ഇത് എൻ്റെ ഫോണിൻ്റെ പോക്കറ്റിലാണ്. ഞാൻ പറയായിരുന്നു ഇതിൻ്റെ പുറകിലെ ചിന്ത എന്താന്ന് പറയണ്ടേ? കഷ്ടപ്പെടുന്നത് പറയണം. വിമാനോ ഒരൊച്ച കിട്ടില്ല ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വക സാധനങ്ങൾ ഓടിക്കുന്നത്. ഏത് വീഡിയോ എടുക്കുന്നതും ഒരു മീഡിയ കമ്പനി അല്ലേ. രണ്ടിടത്തും മനം കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞുകൊണ്ടോ വിചാരിച്ചിട്ട് അതിനകത്ത് എടുത്ത് മാറ്റിയോ? ഞാൻ നോക്കട്ടെ വരുന്നുണ്ടോന്ന്. റെക്കോർഡിങ്ങിനിടെ റെക്കോർഡിങ് ഇതിനകത്ത് പൊന്നതിനകത്ത് ഇവിടെ ഓഡിയോയിൽ മാറ്റണമെന്ന് എനിക്ക് സംശയമുണ്ട്. വന്നാ ഇത് അവിടെ ഇവിടെ ഓഡിയോ മാറ്റണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഇങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഓണാക്കിയോ? ഓഡിയോ റെക്കോർഡായി. ഇനി ഇത് ഓണാക്കാം. പിന്നെ സിങ്ക് ചെയ്യണം സാധനം. അത് വന്നിട്ട് ക്ലാപ്പ് ചെയ്യാൻ മതി. എവിടെ ക്യാമറ എവിടെ കാണുന്നുണ്ടോ? ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. ഓക്കെ.
2 കൈ കൊണ്ടിട്ടാ കറക്റ്റ് നിൽക്കുമല്ലോ തന്നെ. പോത്ത ഭാഗ്യം. ഈ സംശയമുണ്ട് കുറച്ച് വലത്തോട്ടേക്ക് മാറിപ്പോയത് പോലെ ശ്രദ്ധിക്കാതെ. അതല്ല ഞാനും ആലോചിച്ച് ഞാനും പിന്നീട് ചിന്തിച്ചു ആ സാധനം കീറി പോയതേ പോ ആവേശം മൂത്ത് വെട്ടിയിട്ട്. ഓ എടാ കിട്ടിയോ നോക്ക്. ഇവിടെ എടുത്തില്ലൊന്നും. ഞാൻ റെക്കോർഡ് ബട്ടൺ ഇട്ടാണ് ഇത്ര നേരം റെക്കോർഡ്. ഞാൻ ഇത് എടുക്കുമ്പോ റെക്കോർഡിലായിരുന്നല്ലോ ഇത്. എന്നോട് നോക്കി നോക്ക്. അല്ല ഉണ്ട് 1.5 മിനിറ്റ് നോക്ക്. ഇതില് കിട്ടിയെന്നോ പിന്നെ പൊന്നയുടെ തലയാണല്ലോ തന്നെ മൊത്തം. അത് കുഴപ്പമില്ല. ഇതിന്നൊന്ന് പഞ്ച് ചെയ്താൽ കിട്ടാതെ ശരിയാവുന്ന കാര്യമുള്ളൂ. ഇല്ല അത് കിട്ടിയില്ല. അവസാനത്തെ അത് കിട്ടിയില്ല. ഏത് വെക്കുന്ന വരെ പോരെ, ഇതുവരെ പോരെ. ആ ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന് ചോദിച്ചു. ഏതൊക്കെ വേണ്ട, സാധനം അൺബോക്സിങ് മാത്രമല്ലേ ഉള്ളൂ. അത് പിന്നെ കാണിക്കാം അല്ലേ. ഇതാണ് സാധനം. ഇത് വെട്ടൊന്നും വീണില്ലല്ലോ അല്ലേ? അല്ല എന്താ ഞാൻ സ്റ്റിക്കർ കിട്ടും. സ്റ്റിക്കർ കിട്ടില്ല. പക്ഷേ പോട്ട് 12 12 ലിറ്ററിന്റെ പിന്നെ എങ്ങോട്ടൊക്കെ ഇത് വെച്ചിരിക്കുന്നത്? അങ്ങോട്ട് വെച്ചിരിക്കുന്നു. 12 ലിറ്ററിന്റെ ഞാൻ ഓർഡർ ചെയ്തേ. ആ 16 അല്ല 12 ലിറ്റർ ആയിരുന്നു. 12 ലിറ്ററിന്റെ വാട്ടർ പ്രൂഫ് ടെയിൽ ബാഗ്. നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം ഒരാൾക്ക് വേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 1 ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പക്ഷേ എങ്ങനെ ക്ലെയിം ചെയ്യും? ഞാൻ സ്റ്റിക്കർ കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അതിനിപ്പോൾ ഇത് അത് ഓഫ് ചെയ്യടാ. കൊള്ളൂല. പൊന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച മണ്ടത്തരായിട്ട് ഒരുമാതിരി മുങ്ങി. പൊന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ല അത് ഉള്ളിൽ വെക്കരുതെന്ന്. അതിൻ്റെ ഉള്ളിൽ വെച്ച് എന്തായാലും മഫിളായി പോകുമല്ലോ, അടഞ്ഞായിരിക്കും വെച്ച. പിന്നെ കൈ ഞൊട്ടുന്ന നമുക്ക് ആദ്യം തന്നെ കേട്ട് നോക്കി, അപ്പോൾ തന്നെ മനസ്സിലാവും. എന്താ ഇതിലൊക്കെ രസം ഉണ്ടാവും കേൾക്കാൻ. ഇപ്പോൾ നമ്മൾ ഇത് പതുക്കെ മുറിച്ച് ഇതിന് ഉദ്ഘാടിക്കുകയാണ്. മനസ്സിലായില്ല. ഇത് നമ്മൾ സീറ്റിലേക്ക് കൊടുക്കണം. ഏത് ഇത് നമ്മൾ സീറ്റിൽ ഉറപ്പിച്ചിട്ട് അങ്ങനെയാണ് അല്ലേ? ഓഹോ, എന്നിട്ട് ഞാൻ വിചാരിച്ചു മറ്റേ അപ്പൊ പിന്നെ പൊന്നം പിന്നെ മറ്റേത് വാങ്ങിച്ചത് വെറുതെ ആയല്ലോ. ഏത് പൊന്നം മറ്റേ അത് പൊന്നം കാണിച്ചായിരുന്നു. ആ സാധനം ഈ സാധനം മറ്റേ ഹെക്സ എന്താ ഹെക്സ ആ സാധനം എന്ത് ചെയ്യും? അതാ ഈ പഞ്ചീപൂർ ഇത് കാണിച്ചായിരുന്നോ? ഇല്ല. ഇതാണ്ട് പുതുതായിട്ട് ഇതിനു വേണ്ടി വാങ്ങിച്ചാണോ തന്നെ? അല്ലെങ്കിൽ ഇതെല്ലാത്തിനും കൂടെ ഇതാകുമ്പോൾ മറ്റേ വലിയ ബാഗ് കൊണ്ടുപോകുമ്പോഴേ ഇതാക്കാമല്ലോ. 600 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ കുറച്ച് നല്ല ഹൈ ക്വാളിറ്റി, കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് കണ്ടോ എടാ, ഇതൊന്നാമത് ഇത് ഇത്ര ചെറുതാണ്, മനസ്സിലായോ? 6 വഴിക്ക് നമുക്ക് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന. അയ്യോ എന്നെ സ്ട്രാപ്പ് ആയല്ലോ. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇത് വെച്ച് ലോക്ക് ചെയ്യാം. ഇതിപ്പോ ഭയങ്കര ചെറുതാണല്ലോ. ആ പിന്നെ 12 ലിറ്റർ ഉണ്ടാവും അവിടെ. പക്ഷെ ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര അത് വലുപ്പമുണ്ട്. 22 ലിറ്ററിൻ്റെ വലുതാണ്.
ഇത് ഇത്രയും മടക്കണ്ട, ഇതിലും കുറവ് മടക്കാൻ പറ്റില്ലേ? ഏറ്റവും മാക്സിമം വലുതാക്കിയൊന്ന് മടക്കുന്ന. അപ്പോൾ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇതിലും വലുതായി, ഇത് ഭയങ്കര ചെറുതല്ലേ? ഇത് 12 ലിറ്റർ പോലും ഇല്ല ഇപ്പോൾ കാണുമ്പോൾ. കുറച്ചും കൂടെ ഇതാക്കാൻ പറ്റുമായിരിക്കുമല്ലോ. പറ്റും. ഒരു വട്ടം മാത്രം ചുറ്റിയിട്ടൊക്കെ അങ്ങനെ പറ്റില്ലായിരിക്കുമോ? വെറുതെ ചുറ്റാ 2 വട്ടെങ്കിലും ചുറ്റുണ്ട്, എന്നാലേ വെള്ളം കയറാതിരിക്കുള്ളൂ. വെള്ളം കയറാതിരിക്കാൻ അതിൻ്റെ ഉള്ളിൽ സ്ട്രാപ്പ് എന്തെങ്കിലും ഉണ്ടാവുമില്ല? ഒന്നുമില്ല. ഇതങ്ങനത്തെ ഇതാടാ, ചുറ്റിയിട്ട് തന്നെയാണ് അല്ലേ? ഇത്രയെങ്കിലും ചുറ്റണ്ടേ? ഇതിലിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്നും കയറൂലല്ലോ. ഇത് വെറുതെ ആയല്ലോ. ഇതിലൊരാളുടെ സാധനം പോലും മര്യാദ കയറില്ലല്ലോ. ഒരാളുടെ കയറും ഉറപ്പാണോ? പിന്നെ എനിക്കിപ്പോൾ കണ്ടിട്ട് സംശയമുണ്ട് കയറുമോന്ന്. പാൻറ്റൊക്കെ കയറുമോന്നുള്ള ഭയങ്കര. അതിനാണ് നമ്മൾ ഇതായിട്ട് റോൾ ചെയ്യണം. സംഭവം ഇതാണ് സാധനം. ഇതൊരു ടെസ്റ്റ് ചെയ്യണം, അപ്പോൾ അറിയാം. എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്യണല്ലോടാ. എടാ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകാം അങ്ങോട്ടേക്ക്. എടാ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇതിൻ്റെ കാര്യം ഇതിൻ്റെ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് കണ്ടപ്പോൾ ചെറുതായിട്ട് അപ്പം ചെറുതായിട്ട് ഞാൻ വിചാരിച്ചേക്കാളും എൻ്റെ മനസ്സിലത് വലുതായിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ചെറിയ ഇതിന് പോകുമ്പോൾ നമുക്ക് ഇത് ധാരാളമാണ്. ഒരു ദിവസത്തേക്ക് ഷോർട്ട് റൈഡ് ചെയ്യുമ്പോഴേക്കും. പിന്നെ അതല്ല, ഇതിൻ്റെ വേറെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മറ്റേൽ വെച്ച് ഇത് ചെയ്യാമല്ലോ. അതായത് അഡീഷണൽ എക്സ്ട്രാ ഇപ്പോൾ വേറെ ഇതിൽ വലുത് വാങ്ങുകയാണെങ്കിൽ ഇത് അതിൽ വെച്ചിട്ട് ഇതാക്കാമല്ലോ. എന്തായാലും ഞാൻ മറ്റേ അന്ന് റൈഡിന് വന്ന് ഇതും അതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് സാധനം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ആകുമ്പോഴേക്കും മറ്റേ അവന്മാരുടെ ലിക്വിഡിൻ്റെ സാധനം കിട്ടുകയാണെങ്കിൽ അതും ടെസ്റ്റ് ചെയ്യാമല്ലോ. ഇതാണ് ബാഗ്. എത്രയും വലുപ്പം ഉണ്ടാവും അത്യാവശ്യം കണ്ടിട്ട്. പക്ഷേ ഉള്ള കാര്യമുള്ളത് പോലെ പറയാലോ, ഞാൻ ഇത് വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ഇതിലും വലുപ്പം നീ വിചാരിച്ചത് അത് അതിന്റെ വലിയ. വേറെ കാര്യമുണ്ട്, ഞാൻ ഇത് 12 അല്ല 16 ലിറ്ററിന്റെ ബാഗ് അല്ലേ ശരിക്കും പറഞ്ഞാൽ 1600 രൂപയ്ക്ക് കിട്ടുന്നത്? ഇല്ല 12 ലിറ്ററിന്റെ. എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഓർമ്മയിൽ കുറച്ചും കൂടി വലിയ ബാഗാണ്. അതെങ്ങനെയാണ് മിസ്റ്റേക്ക് പറ്റുക? അത് അവര് കൊടുത്ത സാധനം നമ്മൾ കൃത്യമല്ലേ ഇതാക്കിയത്. അത് സ്കാൻ ചെയ്തിട്ട് എന്തായാലും QR അടിച്ചോ അല്ലെ? ഇത് വാറന്റി ക്ലെയിം ചെയ്യല്ലേ, വാറന്റി. ഇതൊന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ സാധനം വെച്ച് കഴിയുമ്പോഴാണ് ഇത് മുറുകിയിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടമാനം തുണി ഉണ്ടാകാൻ പറ്റില്ലല്ലോ. ഒരു ടീഷർട്ടുകളൊക്കെ റോൾ ചെയ്ത് നല്ല വൃത്തിക്ക് ഉള്ളിലേക്ക് തള്ളി കയറ്റി വെക്കുകയാണെങ്കിൽ ഇരിക്കും. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ചും കൂടി വലിപ്പം പ്രതീക്ഷിച്ചതാണ്. ഇതുണ്ട്, ഇതിൻ്റെ മുകളിൽ വെക്കാം. പിന്നെ 1600 രൂപയ്ക്ക് നമ്മളൊരു ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു ബാഗ്, ആ ടെക്നോളജിയിൽ അധികം വലുത് പ്രതീക്ഷിക്കുന്നത് ശരിയാണ്. അതെ. ഇനി ഇത് മൊത്തം വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ള കാര്യം നമ്മൾ അത് വാട്ടർ പ്രൂഫ് ആണല്ലോ. അത് അവർ കമ്പനി ഈ മെറ്റീരിയൽ കണ്ടാൽ തന്നെ അറിയാലോ തന്നെ വാട്ടർ പ്രൂഫ് ആണെന്നുള്ളത്. നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും, അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്, കാര്യമായി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു നല്ലൊരു റിവ്യൂ അതിൻ്റെ കൂടെ ഇതും പരീക്ഷിക്കണം. ഇതെന്തായാലും പരീക്ഷിക്കും. ഇതെന്തായാലും ഇതിൽ ശരിയാവില്ലാതെ എനിക്കറിയായിരുന്നു. ഇത് ഞാൻ പ്രധാനമായിട്ട് എൻ്റെ മറ്റേ ലഗേജ് കൊണ്ടുപോകുന്നുണ്ട്. ഇതപ്പോൾ പൊന്നം പില്ലിയന്റെ സീറ്റിനകത്ത് അടിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് റൈഡൊക്കെ പോവുകയാണെങ്കിലേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി, ഇതിനകത്ത് കൊണ്ടുപോകാമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഇത് വെക്കൽ നടക്കൂല. ചെറുതാ. അപ്പോൾ വേറെ ഏതെങ്കിലും റൈഡിൽ ഇത് പരീക്ഷിക്കാം. എന്തായാലും അന്ന് നോക്കാം. അപ്പോൾ ആ ചടങ്ങ് അവസാനിച്ചു. അതെ.